കിട്ടുന്ന ഓരോ അറിവുകളും നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അതുമൂലം നമുക്ക് റബ്ബിലേക്ക് അടുക്കുവാനും വേണ്ടി എല്ലാവരും ശ്രമിക്കുക. ഇൻഷാ അള്ളാ എല്ലാ ജൽസയുടെ മുമ്പായിട്ട് പറയുന്നത് പോലെ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ നിയത്ത് ആദ്യം പുതുക്കുക. പിന്നെ എന്താണ്, എല്ലാ തിരക്കുകളും നമ്മൾ ഈ ഒരു ടൈമിൽ എന്ത് ജോലിയാണോ ചെയ്തുകൊണ്ടിരുന്നത് അത് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മുടെ ഈ ക്ലാസ് കുറച്ച് നേരത്തെ ഈ ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ട് ഇൻഷാ അള്ളാ എല്ലാവരും ഒഴിഞ്ഞിരിക്കാട്ടോ. ഇൻഷാ അള്ളാ. അൽഹംദുലില്ലാ, ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് നുജൂം ശരിയ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഉമ്മ ഈസയാണ്. ഇൻഷാ അള്ളാ അവരെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഇൻഷാ അള്ളാ. ഉമ്മ ഈസ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. കേൾക്കുന്നുണ്ടോ? അൽഹംദുലില്ലാ കേൾക്കുന്നുണ്ട്. ബിസ്മില്ലാഹി നബ്ദ വബിക നസ്തഈൻ വഅലൈക തവക്കൽതു റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഈ ക്ലാസ്സിൽ അല്ലാഹു സുബ്ഹാനഹു തആല എന്തൊക്കെ വാക്കുകളാണ് എന്നെ കൊണ്ട് പറയാൻ സുബ്ഹാനല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആലയോട് തവക്കുൽ ചെയ്തുകൊണ്ട് ഓരോ വാക്കുകളും എനിക്ക് ആദ്യം സുബ്ഹാനല്ലാഹ് മനസ്സിലാക്കാനും എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാനും അതേപോലെ നമ്മൾ എല്ലാവർക്കും ഇത് ഒരു ഫായദ ഉള്ളതൊരു ഹലക്കായി മാറട്ടെ. ആമീൻ അല്ലാഹുമ്മ ആമീൻ. നമ്മളെ വിഷയം സുബ്ഹാനല്ലാഹ് തവക്കുലാണ്. അതേ സമയത്ത് ഒരു ആയത്തിന്റെ അടിസ്ഥാനം വെച്ചുകൊണ്ടാണ് തവക്കുൽ മനസ്സിലാക്കിയ രീതി ഞാൻ നിങ്ങൾക്കും ഷെയർ ചെയ്യാണ് ഇൻഷാ അല്ലാഹ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ സ്റ്റോറിയാണ് നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്നത് ചർച്ച ചെയ്യാൻ ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഒരു ആയത്തിന്റെ ഒരു ഭാഗമാണ് ഇത് ഖാല ലഹു റബ്ബു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഓരോ ഘട്ടത്തിലും ഇബ്രാഹിം അലൈഹി ഇസ്ലാം ചെയ്തത് അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. അത് അത്രയും സുബ്ഹാനല്ലാഹ് സ്ട്രെങ്തോട് കൂടെ അത്രയും ഖുവ്വത്തോട് കൂടെ ചെയ്യാൻ പറ്റിയത് റബ്ബിന്റെ മേൽ തവക്കുൽ ചെയ്തുകൊണ്ട് മാത്രമാണ്. സുബ്ഹാനല്ലാഹ്. തുടക്കത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് വെച്ച് നമുക്ക് തുടങ്ങാം. قال النبي صلى الله عليه وسلم لو أنكم تتوكلون على الله حق توكل. അതായത് ഹക്ക് നമ്മൾ പഠിച്ചിട്ടില്ല, അതുപോലെ ഹഖ് തവക്കൽ. സുബ്ഹാനല്ലാഹ്. തവക്കുൽ റബ്ബിന് നൽകിയിരുന്നെങ്കിൽ തീർച്ചയായും ഒരു പക്ഷി തന്റെ വീട് വിട്ടിട്ട് വെറും വയറ്റില് സുബ്ഹാനല്ലാഹ് ഭക്ഷണത്തിനെ തേടി പോകുന്നത് പോലെ തിരിച്ചു വരുമ്പം റിസ്ക് പൂർണ്ണമായി തൃപ്തിപ്പെട്ട് തിരിച്ചു വരുന്നത് സുബ്ഹാനല്ലാഹ് എവിടുന്നോ എങ്ങനെയോ എവിടെ സുബ്ഹാനല്ലാഹ് ഒന്നും പൂർണ്ണ GPS വെച്ചിട്ട് സ്വന്തം നമ്മൾ തേടുന്ന പോലെ ഇന്ന ബക്കാലിൽ ഇന്ന് കിട്ടും സുബ്ഹാനല്ലാഹ് അങ്ങനെയല്ല. സുബ്ഹാനല്ലാഹ് പൂർണ്ണ തവക്കലോടുകൂടെ പോയി മടങ്ങി വരുന്ന സുബ്ഹാനല്ലാഹ് അതാണ് ശരിക്കും ഹഖ് തവക്കുൽ. ഹഖ് തവക്കുലിന് അടിസ്ഥാനമായി ഇബ്ൻ റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറയാണ്, റിയാലിറ്റി ഓഫ് തവക്കുൽ, തവക്കുലിന്റെ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഫേംനെസ് ഇൻ ഹാർട്ടാണ്, റബത്തൽ ഖുലൂബാണ്. എൻ്റെ കൽബ് ഏറ്റവും ഒരു വെപ്രാളമോ ഒരു പേടിയോ ഒരു വിറയലോ സുബ്ഹാനല്ലാഹ് അതില്ല. റബ്ബിന്റെ മേൽ തവക്കുൽ ചെയ്യുന്നവൻ ഇത്മിനാനാണ്, കൽബ് അമീനാണ്, സുബ്ഹാനല്ലാഹ് ട്രാങ്ക്വിലാണ്. പൂർണ്ണമായി റബ്ബിലേക്ക് വിശ്വസിക്കുന്ന ഒരാൾക്ക് മാത്രമേ തവക്കുൽ ചെയ്യാൻ പറ്റുള്ളൂ. റബ്ബിനെ പൂർണ്ണമായി അറിഞ്ഞ ഒരാൾക്ക് മാത്രമേ തവക്കുൽ ചെയ്യാൻ പറ്റുള്ളൂ. സൗണ്ട് ആവുന്നുണ്ട് കേട്ടോ, ബ്രേക്ക് ആവുന്നുണ്ടോ? വലിമ ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ ക്ലിയർ ആണ്. അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹ്.
ഇബിൻ റജബ് അൽ ഹംബലി റഹിമുള്ളാന്റെ അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഹക്ക തവക്കുൽ എന്ന് പറയുമ്പം ഖൽബിന്റെ ഉറപ്പ്, റബ്ബ് സുബ്ഹാനല്ലാഹ് എല്ലാം സഹായിക്കുന്നുള്ള ഒരു വിശ്വാസം, ഒരു വെപ്രാളോ ഒരു ടെൻഷനോ ഒന്നുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്. റബ്ബിന്റെ മേൽ തവക്കുൽ ചെയ്യുമ്പം നമ്മള് നല്ലത് വരാനും തെറ്റ് എന്തെങ്കിലും നമ്മൾക്കുള്ള വിഷമം മാറ്റാനോ ആണെങ്കിലും സുബ്ഹാനല്ലാഹ് ഒരു വിറയിലില്ല. സുബ്ഹാനല്ലാഹ് റബ്ബിന്റെ മേൽ പൂർണ്ണ തവക്കുൽ ചെയ്ത ഒരാൾക്ക് എന്നാണ് ഇബ്ൻ റജബ് അൽ ഹംബലി പറഞ്ഞത്. അതുപോലെ ഇബ്ൻ അൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, തവക്കുൽ ഒരിക്കലും പൂർത്തിയാവൂല രണ്ട് കാര്യങ്ങളില്ലെങ്കിൽ. അതായത് ഖൽബിന്റെ ഉറപ്പും അതേ സമയത്ത് നമ്മളെ ലിംസ്, അതായത് നമ്മളെ ഓരോ അവയവങ്ങളെ നമ്മൾ അതിനെ വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യണം. അതായത് നമ്മൾ മീൻസും എടുക്കണം, അതിന്റെ വഴിയും നമ്മൾ തിരഞ്ഞെടുക്കണം. നമ്മൾ അതിലേക്ക് സൗണ്ട് ഇല്ല എന്നാ പറയുന്നത്. ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലെങ്കിൽ നിർത്തണേ സനീഷ, ഇൻഷാ അല്ലാഹ്. ജസാക്കല്ലാഹ് ഖൈർ. അപ്പൊ നമ്മൾ ഈ ഒരു കഥയിൽ കൂടെ സുബ്ഹാനല്ലാഹ് ഇൻഷാ അല്ലാഹ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ഖൽബിന്റെ ഉറപ്പ്, അതേ സമയത്ത് ഇബ്രാഹിം അലൈഹി ഇസ്ലാം തവക്കുൽ എന്ന് പറഞ്ഞ് വെറുതെ ഇരുന്നില്ല, പ്രവർത്തിച്ചു. ഇത് രണ്ടുമാണ് ഹക്ക തവക്കുൽ എന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്ക് തുടങ്ങാം ഇൻഷാ അല്ലാഹ്. കുറച്ച് സൂറത്തുകളിൽ കൂടെ പോയാൽ നമുക്ക് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ കഥ യൂസുഫ് അലൈഹി ഇസ്ലാമിനെ പോലെ ഒറ്റ ഒരു സൂറത്തിലല്ല, പല ഭാഗങ്ങളിലായിട്ടാണ് അതേ ആ ഒരു വിഷയത്തിനെ കുറിച്ച് നമ്മൾക്ക് ഏത് ഭാഗമാണ് ആ സൂറത്തിന് യോജിക്കുന്നത് അതാണ് നമ്മൾക്ക് ഓരോ സൂറത്തിലും പഠിപ്പിച്ചു തരുന്നത്. ഖാല അല്ലാഹു അസ്സ വജൽ സൂറത്തുൽ മറിയമില് 42 തൊട്ടുള്ള ആയത്തുകളില് സുബ്ഹാനല്ലാഹ് നമ്മളെ പരിചയപ്പെടുത്തി തരികയാണ് റബ്ബ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ കുറിച്ച്. നിങ്ങൾ എല്ലാവരും ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ഈ ഒരു കഥ ചുരുക്കിയിട്ട് ഞാൻ പറയുന്നുള്ളൂ. അപ്പോഴൊക്കെ ആലോചിക്കേണ്ടത് ഹക്ക തവക്കുലായിരുന്നു എന്നുള്ളത്. അപ്പോഴൊക്കെ ആലോചിക്കേണ്ടത് ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഏതൊരു സിറ്റുവേഷനിലാണെങ്കിലും നിങ്ങളും ഞാനും മാത്രം അറിയും എന്താണ് നമ്മളിപ്പോ ഈ ഒരു സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിൽ ഇന്നോ ഇന്നലെയോ ഈ മാസോ അല്ലാണ്ട് നമ്മൾ അനുഭവിക്കുന്നത് സുബ്ഹാനല്ലാഹ് നമ്മൾ റബ്ബിന് മാത്രം അറിയും. പക്ഷെ സുബ്ഹാനല്ലാഹ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ കഥ നമ്മൾ തുടക്കം തൊട്ട് അവസാനത്തോട്ട് ചുരുക്കി പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ജീവിതത്തിൽ നടന്നു പോയിട്ടുണ്ട്, അത് ഒരു മുത്തവക്കിലീൻ ആയിട്ട് എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്ന് നമ്മൾക്കൊരു പാഠമാണ്, വലിയൊരു പാഠമാണ്. സുബ്ഹാനല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹീം ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യാ. റബ്ബ് നമ്മളെ പരിചയപ്പെടുത്തിയവരാണ്. ഓർക്ക് നിങ്ങൾ വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹീം ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ. ഒരു സത്യസന്ധനായ നബിയായിരുന്നു എന്നാണ് പറഞ്ഞത്. ഒരു മുത്തവക്കീലിന് വേണ്ട ഒരു ഏറ്റവും വലിയൊരു അടയാളാണ് സത്യസന്ധത എന്ന് പറയുന്നത്. അത് റബ്ബിനോടും റബ്ബിനെ സൃഷ്ടിച്ച ഓരോരുത്തരോടും സത്യസന്ധമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. സുബ്ഹാനല്ലാഹ്. ഈ ഒരു ട്രൂത്ത്ഫുൾനെസ് ഒക്കെ ബനാത്തിലെ മക്കളൊക്കെ ഉണ്ട്. ഈ ഒരു ട്രൂത്ത്ഫുൾനെസ് എങ്ങനെയാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം തുടക്കത്തൊട്ട് പ്രവർത്തിച്ചത്, എങ്ങനെയാണ് റബ്ബിനോട് തവക്കുൽ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് സുബ്ഹാനല്ലാഹ് തന്റെ പിതാവിനോട് സംസാരിച്ചത്. വേറെ ആരോടുമല്ല. ഹി ഹാഡ് ടു സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് ഫാദർ. സ്വന്തം പിതാവിന്റെ മുന്നിൽ നിൽക്കേണ്ട ഒരു സമയം, പ്രായം വളരെ കുറവായിരുന്നു. എന്തോ എത്ര എളിമയോട് കൂടെ എത്ര സ്നേഹപൂർവ്വത്തോടു കൂടെ റബ്ബിന് തവക്കുൽ ചെയ്തുകൊണ്ട് ഇബ്രാഹിം അലൈഹി ഇസ്ലാം പറയാ, ഇത് ഖാല ലി അബി യാ അബതി യാ അബതി, എന്റെ പിതാവേ, ലിമ തഅബുദു മാ ലാ യസ്മഉ. സുബ്ഹാനല്ലാഹ്, നീ എന്തിനാണ് ഒരു കേൾക്കാൻ പറ്റാത്ത ഒരാളും വലാ യുബ്സിറു കാണാനും പറ്റാത്ത ഒരു ബിംബത്തെ വലാ യുഗ്നി ഒരു ലാഭവും കിട്ടാത്ത ഒരു ബിംബത്തിന് നീ എന്തിനാണ് സ്തുതി ചെയ്യുന്നത്? സുബ്ഹാനല്ലാഹ്, ചിന്തിക്കാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്, ഈ ഒരു വാക്ക് പറയുമ്പം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ഖൽബിൽ എന്തായിരുന്നു? ഹഖ്ഖത്ത് തവക്കുൽ. അറിയായിരുന്നു എല്ലാം ഇബാദത്തുകളും ചെയ്യേണ്ടത് ഇലാഹുൻ വാഹിദായ
എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനും എന്തും നമ്മൾക്ക് തരാനും എന്ത് നമ്മളിൽ നിന്ന് മാറ്റി നിർത്താനും പറ്റുന്ന റബ്ബിനെ മാത്രമേ നമ്മൾ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത്. ഇലാഹു വാഹിദ് സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് സുബ്ഹാനല്ലാഹ് ഇബ്രാഹിം അലൈഹി സ്വലാം അവിടെ നിർത്താത്തോണ്ട് പറയാണ്, യാ അബത്തി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽം. ഇവിടെ നമ്മൾ നിർത്തണം. ഇബ്രാഹിം അലൈഹി സ്വലാം പറയാം, എനിക്കൊരു ഇൽമ് നൽകിയിട്ടുണ്ടെന്ന്. അപ്പൊ ഇത് ഏറ്റവും വലിയ ദലീലാണ്. ഇൽമില്ലാത്ത ഒരാൾക്ക് തവക്കുൽ ചെയ്യാൻ പൂർണ്ണ ഹക്ക തവക്കുലില് കുറഞ്ഞു പോകും. എന്താ പറയാ, ഡെഫിഷ്യൻസി ഉണ്ടാവും, അത് കംപ്ലീറ്റ് ഉണ്ടാവില്ല. ഇൽമ് വേണം. റബ്ബാരാണ്? ഇബ്രാഹിം അലൈഹി സ്വലാം പറഞ്ഞ പോലെ ലാ യസ്മഉ വലാ യുബ്സിർ. എന്തിനാ ഇതുപോലത്തെ ഒരു ബിംബത്തിനെ നീ ഇബാദത്ത് ചെയ്യുന്ന, നീ എന്തിനാ സ്തുതി ചെയ്യുന്നതെന്ന് പറയുന്ന പോലെ സുബ്ഹാനല്ലാഹ്, എല്ലാം കാണുന്നതും എല്ലാം അറിയുന്നതും റബ്ബിനോട് മാത്രമാണ്, ഇലാഹുൻ വാഹിദിനോട് നമ്മൾ തവക്കുൽ ചെയ്യേണ്ടത്. തവക്കുലിന്റെ ഒരു ഭാഗമായി ഇബ്രാഹിം അലൈഹി സ്വലാം ഇവിടെ നമ്മളെ കാണിച്ചു തരുന്നത് സുബ്ഹാനല്ലാഹ് റബ്ബിനോടുള്ള പൂർണ്ണ വിശ്വാസം. സുബ്ഹാനല്ലാഹ് റബ്ബിന്റെ മേൽ തവക്കുൽ ചെയ്ത് തന്റെ പിതാവിനോട് എത്രയും എളിമയോടു കൂടിയാണ് പ്രവർത്തിച്ചത്. അപ്പം കൽബിന്റെ ഉറപ്പും അതേ സമയത്ത് നമ്മൾ അവയവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വേണം നമ്മൾ തവക്കുൽ ചെയ്യാൻ. സുബ്ഹാനല്ലാഹ് ഞാൻ ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾക്ക് കേറിച്ചാടി നമ്മൾ ഒരു കാര്യം പറയുന്നതിന് മുമ്പ് റബ്ബിനോട് തവക്കുൽ ചെയ്തിട്ടുമാണ് നമ്മൾക്കിത് പറയണമെങ്കിൽ. സുബ്ഹാനല്ലാഹ് ഇതുപോലെ സംസാരിക്കണമെങ്കിൽ നമ്മൾക്ക് ഇൽമു വേണം. ഇൽമിന്റെ കൂടെ യഖീൻ വേണം. ഞാൻ പറയുന്നത് ശരിയാണ്, ഞാൻ ഇബാദത്ത് ചെയ്യുന്ന റബ്ബിനോടുള്ള വിശ്വാസം പൂർത്തിയാണ്, എനിക്കൊരു സംശയമില്ല എന്നുള്ള പൂർണ്ണ യഖീൻ വേണം നമ്മൾക്ക്. സുബ്ഹാനല്ലാഹ് ഇതേ എന്താ പറയാ, ഇതേ കഥ സുബ്ഹാനല്ലാഹ് സുബ്ഹാനഹു തആല ഇതിന്റെ ഒരു ഭാഗമായിട്ട് സൂറത്തുൽ അൻആം എന്ന് പറയാം, വളരെയധികം നമ്മൾ ചിന്തിക്കേണ്ട ഒരു ആയത്ത്. വഇദ് ഖാല ഇബ്രാഹിമു ലിഅബീഹി ആദാർ അതത്തഖിദു അസ്നാമൻ ആലിഹ. ഈ ബിംബത്തെയാണോ നീ സ്തുതി ചെയ്യുന്ന എന്ന് ചോദിച്ചുകൊണ്ട് പറയാ, ഇന്നി അറാക വഖൗമക ഫീ ദലാലിൻ മുബീൻ. സുബ്ഹാനല്ലാഹ് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാം പറയും, ഞാൻ നിന്നെയും നിന്റെ ആൾക്കാരെയും വഴി തെറ്റിയില്ല രീതിയിലാണ് കാണുന്നുള്ളത്. ആ ഒരു വാക്ക് പറയുമ്പം, സ്വന്തം പിതാവിനോട് പറയുമ്പം സുബ്ഹാനല്ലാഹ് പതറിയിട്ടില്ല ഇബ്രാഹിം അലൈഹി സ്വലാം, വിറച്ചിട്ടില്ല ഇബ്രാഹിം അലൈഹി സ്വലാം. എന്തുകൊണ്ടാണെന്നറിയോ? അതേ ആയത്തിന്റെ അടുത്ത ആയത്തിൽ പറയാ, വകദാലിക നുരി ഇബ്രാഹിമ മലകൂത സമാവാതി വൽ അർദ്. റബ്ബ് മലകൂത സമാവാതി വൽ അർദ് ആ നിമിഷം കാണിച്ചു എന്നാ പറയാ. നുരി, ഞങ്ങൾ കാണിച്ചു. ആർക്ക്? ഇബ്രാഹിം അലൈഹി സ്വലാമിന്. എന്തിനാ കാണിച്ചത്? സുബ്ഹാനല്ലാഹ് കാണിച്ചതെന്ന് പറയുന്നതിന് ഉദ്ദേശിക്കുന്നത് റബ്ബ് കൂടെ ഉണ്ട്. സുബ്ഹാനല്ലാഹ് ഹക്കിൽ നിൽക്കുന്ന ഒരാൾക്ക് റബ്ബ് കൂടെ ഉണ്ട്. സുബ്ഹാനല്ലാഹ് ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് ആണ് റബ്ബ് കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം. അതിന് നമ്മളും ചെയ്യേണ്ട ഒരു കാര്യമാണ് തവക്കുലിൽ പെട്ടത് തഫക്കുർ ചെയ്യണം. നമ്മൾ ഓരോ ദിവസവും അള്ളാഹുവിന്റെ ഓരോ സൃഷ്ടാങ്ങളും നമ്മൾ കണ്ടുകൊണ്ട്, നമ്മള് മനസ്സുകൊണ്ട് കൽബുകൊണ്ട് ഞാൻ ആർക്കാണ് തവക്കുൽ ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഒരു വക്കീലിന് കൊടുക്കുന്ന തവക്കുലല്ല ഇത് റബ്ബിനാണ് കൊടുക്കുന്നുള്ളത്. നമ്മളെ മനസ്സിന്റെ കൽബ് ഉറപ്പ് വരുത്തണമെങ്കിൽ, ഹക്ക തവക്കുലാണെങ്കിൽ നമ്മൾ ഓരോ നിമിഷവും സുബ്ഹാനല്ലാഹ് നമ്മളെ തന്നെ നോക്കാം, നമ്മളെ സൃഷ്ടികളെ നോക്കാം, നമ്മളെ കൂടുതലുള്ള ആൾക്കാരെ നോക്കാം, നമ്മളുടെ സുബ്ഹാനല്ലാഹ് ആകാശം ഭൂമിന്റെ സൃഷ്ടികളെ നോക്കാം. എന്റെ റബ്ബ് സുബ്ഹാനല്ലാഹ് എത്ര ഹക്കീമാണ്, അൽ അസീസാൻ, അൽ ഖവിയാൻ, അൽ ജബ്ബാറാൻ, അർ റഹ്മാനാൻ. എന്റെ കാര്യം നോക്കാണ്ട് നിൽക്കൂ. ഞാൻ അള്ളാഹിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നു, അള്ളാഹിനോട് മാത്രം ചോദിക്കുന്നു, റബ്ബ് എന്റെ കാര്യം നോക്കാണ്ട് നിൽക്കൂ. സുബ്ഹാനല്ലാഹ് ആ ഒരു യഖീൻ നമുക്ക് വേണം. അത് റബ്ബിനെ കുറിച്ചിട്ടുള്ള ഇൽമും ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞ സൂറത്തിന്റെ ഇൽമും അതേപോലെ യഖീനിലെത്തണമെങ്കിൽ നമ്മൾ തഫക്കുർ ചെയ്യണം. സുബ്ഹാനല്ലാഹ് ഈ മലകൂതു സമാവാതി വൽ അർദ് ആരെ കയ്യിലുള്ളത്? ബിയദിഹി മലകൂതു സമാവാതി വൽ അർദ് എന്ന് റബ്ബ് വേറൊരു ആയത്തിൽ പറഞ്ഞു. അള്ളാഹുവിന്റെ കയ്യിലാണ്. നമ്മളെ വിഷമിപ്പിക്കുന്ന ആൾക്കാരും നമ്മൾ സന്തോഷിപ്പിക്കുന്ന ആൾക്കാരും നമുക്ക് തരുന്നതും നമുക്ക് തിരിച്ച് നമ്മളെടുത്ത് വാങ്ങുന്നതും ബിയദിഹി മലകൂതു സമാവാതി വൽ. അപ്പൊ ആരെ മേലാണ് നമ്മൾ തവക്കുൽ ചെയ്യേണ്ടത്? എന്നിട്ട് അതേ ആയത്തിന് അവസാനിക്കണം അല്ലാഹ് വലിയകൂന മിനൽ മൂഖിനീൻ. നിനക്ക് യഖീനുള്ളവർ കൂട്ടത്തിലാണെങ്കിൽ, നീ പറയുന്നത് ശരിയാണെന്നും നീ സുബ്ഹാനല്ലാഹ് പ്രവർത്തിക്കുന്നത് ശരിയാണോ, നീ തവക്കുൽ ചെയ്യണമെങ്കിൽ നീ യഖീനിലെത്തണം. സുബ്ഹാനല്ലാഹ് ആ യഖീനിലെത്തണമെങ്കിൽ റബ്ബ് ആരാണെന്ന് തിരിച്ചറിയണം. റബ്ബിനെ കുറിച്ചുള്ള ഇൽമ് നമ്മൾ വർദ്ധിക്കണം. ഇതുപോലെ സദസ്സങ്ങളിൽ സുബ്ഹാനല്ലാഹ് നമ്മൾക്ക് പ്രതിഫലമായാണ്, ഇതൊരു ഗിഫ്റ്റ് ആണ് നമുക്ക്, അൽഹംദുലില്ലാഹ്. അതേപോലെ നമ്മൾ തഫക്കുർ ചെയ്യും. നമ്മളെ വീട്ടിൽ
ആർക്കും പറയാൻ പറ്റില്ല. ഞാൻ ആകാശം കണ്ടിട്ടില്ല, ഭൂമി കണ്ടിട്ടില്ല, നക്ഷത്രം കണ്ടിട്ടില്ല, ചെടികൾ കണ്ടിട്ടില്ല, മൃഗങ്ങളെ കണ്ടില്ല, പക്ഷികൾ കണ്ടില്ല. സുബ്ഹാനല്ലാഹ്, എല്ലാം റബ്ബിന്റെ സൃഷ്ടിയല്ലേ, എല്ലാം റബ്ബിന്റെ സൃഷ്ടിയല്ലേ. റബ്ബ് ഓരോരുത്തർക്കും കൊടുക്കുന്ന പോലെ തന്നെയല്ലേ നമ്മൾക്കും. സുബ്ഹാനല്ലാഹ്, നമ്മൾ അഹ്സനുൽ മഖ്ലൂഖാണ്. പോരാത്തതിന് സുബ്ഹാനല്ലാഹ്, സബറോടുകൂടെ, റെസ്പെക്റ്റോടുകൂടെ, നല്ല വർത്താനത്തോടുകൂടെ റബ്ബിന് തവക്കുൽ ചെയ്ത് സുബ്ഹാനല്ലാഹ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം തന്റെ പിതാവിനോട് സംസാരിച്ചു. സുബ്ഹാനല്ലാഹ്, അതേ സമയത്ത് ഉറപ്പ് നൽകാൻ വേണ്ടി, യഖീൻ പതറിപ്പോവാണ്ടിരിക്കാൻ വേണ്ടി റബ്ബ് വകദാലിക നുരീ, റബ്ബ് കാണിച്ചു കൊടുത്തു. ആകാശം ഭൂമിന്റെ സൃഷ്ടികൾ കാണിക്കുമ്പോ തന്നെ നമ്മളോടും പറയാം, നമ്മളത് നോക്കണം, നമ്മളത് തവക്കുൽ ചെയ്യണം. സുബ്ഹാനല്ലാഹ്, അപ്പൊ നമ്മളിവിടെ രണ്ട് കാര്യം മനസ്സിലാക്കി. തവക്കുല് ഹൃദയത്തിന്റെ ഉറപ്പും അതേ സമയത്ത് പ്രവൃത്തിയിലും യഖീനുള്ള പ്രവൃത്തിയാവണമെങ്കിൽ നമ്മൾ തഫക്കുർ ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുകയും വേണം. വെറും തവക്കുൽ എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ ഇരുന്നല്ല. സുബ്ഹാനല്ലാഹ്, ഇനി ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഇനി നേരിടാൻ പോകുന്നത് അതിനേക്കാളും വലിയ ഒരു ഫിത്ന. സുബ്ഹാനല്ലാഹ്, വലിയ ഒരു സമൂഹത്തെ ഒറ്റക്ക് നേരിടണം. എന്താണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ കയ്യിലുള്ളത്? എന്താണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ കയ്യിലുള്ളത്? സുബ്ഹാനല്ലാഹ്, ഇത് സൂറത്തുൽ അംബിയാല് 68 69 ആയത്തിലാണ് പറയുന്നത്. യാ റബ്ബ്, ഇവരെല്ലാരും ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ കഥ നിങ്ങൾക്കൊക്കെ അറിയാം. ബിംബത്തെ പൊട്ടിച്ചു. ഇബ്രാഹിം അലൈഹി ഇസ്ലാം സമൂഹത്തിലുള്ള അവരൊക്കെ എല്ലാവരും ഒരു ഫെസ്റ്റിവലിന് പോയപ്പം സുബ്ഹാനല്ലാഹ് ഒറ്റക്ക് നിന്നുകൊണ്ട് അള്ളാഹുവിന് തവക്കുൽ ചെയ്തുകൊണ്ട് ആ ബിംബങ്ങളൊക്കെ പൊട്ടിച്ചു. ആരാ നേരിടാൻ പോകുന്നത്? സ്വന്തം പിതാവിനെയും ആ സമൂഹത്തെ മൊത്തം സുബ്ഹാനല്ലാഹ് നേരിടാൻ പോവാണ്. അവര് തിരിച്ചു വന്നുകൊണ്ട് എന്താണ് അവരോട്? സുബ്ഹാനല്ലാഹ്, ആ ഒരു വലിയ കഥ അതിന്റെ ഒരു ചെറുതായിട്ട് സുബ്ഹാനല്ലാഹ് അവസാനം പറയാണ്, ഖാലു ഹർരിഖൂഹു വൻസുറു ആലിഹതക്കും ഇൻ കുൻതും ഫാഇലീൻ. അവനെ തീയിലിട്ട് ജ്വലിപ്പിക്കാൻ സുബ്ഹാനല്ലാഹ് അതൊരു ഓർഡർ ആയിട്ട് കൽപ്പിച്ചു. സുബ്ഹാനല്ലാഹ്, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ തീയിലിടാൻ വേണ്ടി കൽപ്പിച്ചു. സുബ്ഹാനല്ലാഹ്, അവിടെ പോലും ഇബ്രാഹിം അലൈഹി ഇസ്ലാം പതറിയിട്ടില്ല. അവിടെ പോലും ഇബ്രാഹിം അലൈഹി ഇസ്ലാം ചാൻ ചെയ്തതും തന്റെ റബ്ബ് കൂടെ ഉണ്ടെന്നും, സുബ്ഹാനല്ലാഹ് ഒറ്റക്കാണ്, കുടുംബത്തിൽ ആരും സഹായമില്ല. നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ നേരിടുന്ന ഒരു സത്യമാണ്, ഞാൻ ഒറ്റക്ക, എന്റെ കാര്യം ആർക്കും മനസ്സിലാവുന്നില്ല. സുബ്ഹാനല്ലാഹ്, റബ്ബിന്റെ മേൽ തവക്കുൽ ചെയ്തെങ്കിൽ ആ ജ്വലിക്കുന്ന തീ പോലും സുബ്ഹാനല്ലാഹ് തണുത്ത്. സുബ്ഹാനല്ലാഹ്, റബ്ബ് ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. അത് ഇബ്രാഹിം അലൈഹി ഇസ്ലാം സലാമാക്കി മാറ്റണേ, അത് കത്തിക്കുകയല്ല ചെയ്തത്, അതിന്റെ ഫംഗ്ഷന് വരെ മാറി. സുബ്ഹാനല്ലാഹ്, അതിന്റെ ഫംഗ്ഷന് വരെ മാറി. ഒരു നിമിഷത്തേക്ക് റബ്ബ് അത് മാറ്റി. സുബ്ഹാനല്ലാഹ്, പറ്റാത്ത കാര്യങ്ങളും പറ്റും റബ്ബിന്റെ മേൽ തവക്കുൽ ചെയ്യുമ്പോൾ. അത്രത്തോളം കഴിവുള്ളതും അത്രത്തോളം ഇലാഹുൻ വാഹിദാണ് എന്റെ റബ്ബ്. സുബ്ഹാനല്ലാഹ്, എന്താ അവിടെ നിന്നുകൊണ്ട് ഇബ്രാഹിം അലൈഹി ഇസ്ലാം പറഞ്ഞത്? ഹസ്ബി അല്ലാഹു വനിഅ്മൽ വക്കീൽ. സുബ്ഹാനല്ലാഹ്, ഹസ്ബി അല്ലാഹു വനിഅ്മൽ വക്കീൽ. ദുആ ചെയ്ത് റബ്ബിനോട്, എനിക്ക് റബ്ബ് മാത്രം മതി എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതുപോലത്തെ തവക്കുൽ ഒരു ചെറിയൊരു സുബ്ഹാനല്ലാഹ് ഇൽമു നമ്മൾക്ക് കിട്ടുകയാണെങ്കിലും അത് വർദ്ധിക്കുന്നത് എങ്ങനെ, അത് യഖീനിൽ എങ്ങനെ എത്തുന്നത്, അത് സുബ്ഹാനല്ലാഹ് ആ ഒരു ഖൽബിന്റെ ഇത്മിനാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്കും തവക്കുൽ, ഇതുപോലത്തെ ദർജയിലെ തവക്കുൽ എത്താൻ റബ്ബ് സാധിക്കും. നമ്മൾ തീർച്ചയായിട്ടും ദുആ ചെയ്യണം. ഇത് ഈ ഒരു സ്റ്റോറിന്റെ അടുത്തൊരു ഭാഗമായിട്ട് സുബ്ഹാനല്ലാഹ് സൂറ ഇബ്രാഹിമില് 35 തൊട്ട് 37 വരെ ഇവിടെ വേറൊരു ഭാഗം. സുബ്ഹാനല്ലാഹ്, ഇബ്രാഹിം അലൈഹി ഇസ്ലാം തന്റെ സദസ്സിനെ വിട്ടു. സുബ്ഹാനല്ലാഹ്, അവിടുന്ന് ഇറങ്ങി. ഹാജർ അലൈഹി ഇസ്ലാമിന്റെ കൂടെ കല്യാണം കഴിഞ്ഞ ശേഷം സുബ്ഹാനല്ലാഹ് അവര് റബ്ബ് കൽപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, മക്കയിൽ കൊണ്ടുപോയി ആരും ഇല്ലാത്ത, ഭക്ഷണമോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി വിടാൻ വേണ്ടി ഒറ്റക്ക് ഹാജർ അലൈഹി ഇസ്ലാമും ഇസ്മായിൽ അലൈഹി ഇസ്ലാമും സുബ്ഹാനല്ലാഹ് തന്റെ റബ്ബിന്റെ കൽപ്പനയാണെന്ന് പൂർണ്ണ വിശ്വാസത്തോടു കൂടെ ഒരു നിമിഷം പോലും പതറാണ്ട് മനസ്സിന്റെ ഉറപ്പുണ്ട്, റബ്ബിൽ തവക്കുൽ ചെയ്തുകൊണ്ട് സുബ്ഹാനല്ലാഹ് അവിടെ വിട്ടു പോകുമ്പം ഹദീസിൽ പറയാണ്, ബുഖാരി ഹദീസിൽ പറഞ്ഞ ഹാജർ അലൈഹി ഇസ്ലാം ചോദിക്കുകയാണ്, റബ്ബ് പറഞ്ഞോ ഞങ്ങൾ ഇവിടെ വിടാൻ? സുബ്ഹാനല്ലാഹ്,
ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഒന്നും പറഞ്ഞില്ല. രണ്ടാമത്തെ പ്രാവശ്യം ചോദിച്ചപ്പം, മൂന്നാമത്തെ പ്രാവശ്യം ചോദിച്ചപ്പം തല തിരിച്ച് ഒന്ന് ആട്ടിയിട്ടേയുള്ളൂ. സുബ്ഹാനല്ലാഹ്, റബ്ബ് പറഞ്ഞുകൊണ്ടാണ് എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പം ഹാജർ അലൈഹി ഇസ്ലാം പറയാ, അല്ലാഹ് വിൽ നെവർ ലീവ് us alone. അല്ലാഹ് ഞങ്ങളെ വെറുതെ വിടൂല. എന്ത് രീതിയിലുള്ള ഒരു തവക്കുൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. നമ്മൾ എല്ലാവർക്കും ഉള്ള ഒരു വലിയ പാടാണ്. നമ്മൾ എപ്പോഴും പറയും തവക്കൽ ത്വലല്ലാ, തവക്കൽ ത്വലല്ലാ, തവക്കൽ ത്വല. വായിൽ എപ്പോഴും വെള്ളം പോലെ വരുന്ന ഒരു കാര്യമാണ് തവക്കുൽ ത്വലല്ലാ, തവക്കുൽ ത്വലല്ലാ. സുബ്ഹാനല്ലാഹ്, എന്താണ് ഹക്ക തവക്കുൽ? എവിടെയാണ് നമ്മൾക്ക് പിഴ വന്നു പോകുന്നത്? എവിടെയാണ് നമുക്ക് കുറവ് വന്നു പോകുന്നത്? എന്തുകൊണ്ടാണ് നമ്മളെ കൽബിന് തൊമഅനീൻ ഇല്ലാണ്ടായി പോകുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഒരു വിറയൽ? സുബ്ഹാനല്ലാഹ്, മനസ്സിന്റെ കൽബിന്റെ ഉള്ളിലുള്ള ഒരു വിറയൽ. ആ ഒരു സമാധാനം നമ്മൾ കൂടുതൽ കൂടുതൽ റബ്ബിനെ അറിയാനും യഖീനിലേക്ക് എത്താനും സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകട്ടെ. അവസാനായിട്ട് സൂറത്തു സഫാത്തിൽ അതിനേക്കാളും വലിയൊരു ഓർഡറാണ് റബ്ബിന്റെ അടുത്തുനിന്ന്. സുബ്ഹാനല്ലാഹ്. അതിന്റെ ഇടയിൽ ഞാൻ നിങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കുകയാണ്. ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. അലിഫ് ലാം മീം അഹസിബൻ നാസു അൻ യുത്റകൂ അൻ യഖൂലൂ ആമന്നാ വഹും ലാ യുഫ്തനൂൻ. നമ്മളെ വെറുതെ സൃഷ്ടിച്ചതാണോ? ഡു പീപ്പിൾ നമ്മളെ ചിന്തിക്കുന്നുണ്ടോ? നമ്മള് സുബ്ഹാനല്ലാഹ് വിശ്വസിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ വെറുതെ വിടുന്നു? സുബ്ഹാനല്ലാഹ്. വഹും ലാ യുഫ്തനൂൻ. സുബ്ഹാനല്ലാഹ്. തീർച്ചയായും നമ്മൾ ഓരോ ഫിത്തനുകൾ നേരിടേണ്ടി വരും. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ കഥ എടുത്തു നോക്കുമ്പം സുബ്ഹാനല്ലാഹ്, നമ്മൾ അനുഭവിക്കുന്ന അതിനു തുല്യമായിട്ട് ഒന്നുമല്ല. സുബ്ഹാനല്ലാഹ്. ഓരോരുത്തരുടെ വിഷമം, ഓരോരുത്തരുടെ ബുദ്ധിമുട്ട് അവർക്കേ അറിയുള്ളൂ. പക്ഷെ എന്തിനും റബ്ബിന് തവക്കുൽ ചെയ്യുന്നവരായി മാറണം നമ്മൾ. സൂറത്ത് സഫാത്തിൽ അവസാനായിട്ട് കൽപ്പനയാണ് തന്റെ മകനെ ബലി നൽകാൻ വേണ്ടി. സുബ്ഹാനല്ലാഹ്. ആഗ്രഹിച്ച് കിട്ടിയ സുബ്ഹാനല്ലാഹ് ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ ബലി നൽകാൻ വേണ്ടി പറയാണ്. സുബ്ഹാനല്ലാഹ്. ഫലമ്മ ബലഗ. അപ്പം ചെറിയൊരു ഭാഗം വായിച്ചാൽ സുബ്ഹാനല്ലാഹ്, ഖാല യാ അബതി ഫഅൽ മാ തുഅമർ. ആദ്യം പറയാ, ഖാല യാ ബുനൈ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ. എനിക്ക് സ്വപ്നത്തിൽ കൂടെ കാണിച്ചു തന്നിരിക്കുന്നു നിന്നെ ബലി നൽകാൻ വേണ്ടി. നിനക്ക് എന്താ അഭിപ്രായം? സുബ്ഹാനല്ലാഹ്. ഒരു അള്ളാഹുവിനോട് മാത്രം സുബ്ഹാനല്ലാഹ് വിശ്വസിച്ച് വളർന്ന ഒരു സ്വന്തം മകന്റെ ഒരു റിപ്ലൈ, ഖാല യാ അബതി ഫഅൽ മാ തുഅമർ. നിന്നോട് പറഞ്ഞത് നീ ചെയ്തോ? സുബ്ഹാനല്ലാഹ്. ഹാജർ അലൈഹി ഇസ്ലാമിന്റെ മറുപടി അതേപോലെ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന്റെ മറുപടി, സതജിദുനി ഇൻഷാ അല്ലാഹ് മിനസ് സാബിരീൻ. ഇൻഷാ അല്ലാഹ്, ഞാൻ സബറോട് കൂടെ അതും നേരിടും എന്ന്. സുബ്ഹാനല്ലാഹ്. ഇതാണ് തവക്കുൽ, ഹഖ തവക്കുൽ എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഹഖ തവക്കുൽ ചെയ്യുന്നവര് അള്ളാഹുവിന്റെ ഓരോ കൽപ്പനകളും സമിഅന വഅതഅന, നമ്മൾ അവിടെ വെച്ച് തുടങ്ങണം. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ കൽപ്പിച്ച ഓരോ കാര്യങ്ങളും ഫർദാക്കിയതും സുന്നത്താക്കിയതും നമുക്ക് നമ്മളെ ജീവിതത്തിലാണെങ്കിലും നമ്മളെ പ്രവൃത്തിയിലാണെങ്കിലും നമ്മളെ ഇബാദത്തിലാണെങ്കിലും സമിഅന വഅതഅന. നമ്മൾ അള്ളാഹുവിനെ കുറിച്ചിട്ട് തഫക്കുർ ചെയ്ത് യഖീനിലെത്തുന്ന ഒരാൾക്ക് സുബ്ഹാനല്ലാഹ് ഏതൊരു ഫിത്നയും നേരിടാൻ സാധിക്കും. റബ്ബ് പറയാണ് ബഖറയില്, വൈദ്ബതല ഇബ്രാഹിം റബ്ബഹു ബികലിമാത്തിൻ. കുറച്ച് കാര്യങ്ങൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ നമ്മൾ പരീക്ഷിച്ചപ്പം ഫഅതമ്മഹുൻ, എല്ലാം നിർവഹിച്ചു, എല്ലാം പൂർത്തിയാക്കി. ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നിട്ട് അവസാനം എന്താണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് നൽകുന്ന ഒരു പദവി? ഇന്നി ജാഇലുക ഇമാമൻ. സുബ്ഹാനല്ലാഹ്. മുവഹിദീങ്ങളുടെ ഇമാമാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം. ഇന്ന് ഇബ്രാഹിം അലൈഹി ഇസ്ലാം നമ്മൾ കേൾക്കുമ്പോഴത്തേക്ക് നമ്മളെ മനസ്സിൽ ആദ്യം വരുന്ന റബ്ബിന്റെ കഅബാണ്. നമ്മൾ സഹി ചെയ്യുമ്പോൾ പിൻപറ്റുന്നത് ഹാജർ അലൈഹി ഇസ്ലാമിനാണ്. എവിടെ എന്തൊക്കെ പദവികളാണ് സുബ്ഹാനല്ലാഹ് റബ്ബ് നൽകിയ ഒരു മുതവക്കിലീൻ. തവക്കുൽ വെറുതെ പറയുന്നതല്ല. തവക്കുൽ പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് പറയണം. അത് സുബ്ഹാനല്ലാഹ് ആ ഒരു ദർജയിലെത്തണമെങ്കിൽ നമ്മളെ വിശ്വാസം നമ്മൾ പുതുക്കിക്കൊണ്ടേയിരിക്കണം. ഈമാൻ ഒരു വസ്ത്രത്തിനെ പോലെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് നമ്മൾ പിന്നെയും പിന്നെയും ചീത്താവും അലക്കും പിന്നെയും പുതുക്കിക്കൊണ്ടേയിരിക്കണം. ഈമാൻ കൂടും കുറയും. റബ്ബിന്റെ മേലുള്ള ഈമാൻ സുബ്ഹാനല്ലാഹ് ഇതുപോലെ സദസ്സുകളും സുബ്ഹാനല്ലാഹ്
ഇതിനേക്കാളും വേറെ ഏത് സദസ്സാണെങ്കിലും റബ്ബിനെ ഓർക്കുന്ന സഹിയായ രീതിയിലുള്ള ഇൽമു വർദ്ധിക്കാൻ നമ്മൾ കൂടുതൽ പ്രയത്നിക്കണം. അള്ളാഹു സുബ്ഹാനഹു തആലയെ കുറിച്ചിട്ടുള്ള അറിവ് മാത്രമാണ് നമ്മളെ ഖൽബിന് ഒരു ധൈര്യം നൽകുള്ളൂ. തവക്കുൽ ചെയ്യുന്ന ഒരാൾക്ക് ഒരു സമാധാനം നൽകുള്ളൂ. തവക്കുൽ തുടങ്ങുന്നത് തന്റെ റബ്ബിനെ കുറിച്ചിട്ടുള്ള ഇൽമു വെച്ചിട്ടാണ്. അത് യഖീനിലെത്തുമ്പം ഒരു സംശയം പോലും ഉണ്ടാവില്ല. ഒരു 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 വേവല, ഒരു 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 ഡൗട്ട്, ഒരു ടെൻഷൻ ഒന്നുമില്ല. സുബ്ഹാനല്ലാഹ്, നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മളെ തന്നെ വിലയിരുത്താൻ പറ്റും. ഒറ്റക്കാണെങ്കിലും സമൂഹം മൊത്തം നമ്മളെതിരാണെങ്കിലും സുബ്ഹാനല്ലാഹ്, സ്വന്തം ഇഷ്ടപ്പെട്ട ഒരാളെ വിട്ടിട്ട് പോകും, നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോഴും റബ്ബ് കൂടെ ഉണ്ടെന്ന്. സുബ്ഹാനല്ലാഹ്, റബ്ബിന്റെ കൽപ്പന എത്രയും വലിയ ഒരു ടെസ്റ്റ് ആണെങ്കിലും അത് എന്റെ റബ്ബ് പറഞ്ഞതല്ലേ. സുബ്ഹാനല്ലാഹ്, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് വരുന്ന ഓരോ പരീക്ഷണങ്ങളും അത് നമ്മൾക്ക് റബ്ബ് എങ്ങനെയാണ് നമ്മളുടെ തവക്കുൽ, എങ്ങനെയാണ് നമ്മളുടെ സബർ, എങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെന്ന് ആ ഒരു റിഫ്ലക്ഷൻ നമ്മൾ കാണുന്നതും മനസ്സിലാക്കുന്നതും ആ ഒരു നിമിഷത്തായിരിക്കും. സുബ്ഹാനല്ലാഹ്, നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഓരോ ടെസ്റ്റുകളും സുബ്ഹാനല്ലാഹ് റബ്ബിന്റെ മേൽ തവക്കുൽ ചെയ്ത് സുബ്ഹാനല്ലാഹ് ദുആ ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ ഓരോ കാര്യങ്ങളും. ദുആ ചെയ്തുകൊണ്ടാണ് റബ്ബിന്റെ മേൽ തവക്കുൽ ചെയ്യണം. ഫഇദാ അസംത വതവക്കൽ അലല്ലാഹ്, നിങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് റബ്ബിന്റെ മേൽ തവക്കുൽ ചെയ്യുക. സുബ്ഹാനല്ലാഹ്, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ കഥ പറഞ്ഞുകൊണ്ട് അവസാനായിട്ട് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിക്കാം ഇൻഷാ അല്ലാഹ്. സൂറത്തുൽ ആല ഇമ്രാനില് 173 ആയത്തില് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം الذين قال لهم الناس إن الناس قد جمعوا لكم فاخشوهم فزادهم إيمانا وقالوا حسبنا الله ونعم الوكيل. ഇതെപ്പോഴാ സംഭവിച്ചെന്നറിയോ? ഉഹുദ് യുദ്ധത്തില് അവര് തോറ്റുപോയി സുബ്ഹാനല്ലാഹ് എന്ന് വിശ്വസിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പറഞ്ഞത് അവർ കേൾക്കാത്തത് കൊണ്ട് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പിന്നിൽ നിന്ന് വന്ന് അവർ ആക്രമിച്ചു. സുബ്ഹാനല്ലാഹ്, കുറെ പേർക്ക് പരിക്ക് പറ്റി. കുറെ പേര് മരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും പരിക്ക് പറ്റി. ആ ഒരു ദുർബല സ്ഥിതിയിൽ അവർ മടങ്ങി. സുബ്ഹാനല്ലാഹ്, മദീനയിൽ നിന്ന് കുറെ അകലം അവർ മടങ്ങി. അവർ റെസ്റ്റ് എടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അപ്പം ഓടി വന്ന് ഒരു 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 എന്താ പറയാ, ഒരു മുനാഫിക്കങ്ങളിൽ ഒരാൾ വന്ന് പറയാണ്, ആൾക്കാര് പിന്നെയും കൂടിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അവരെല്ലാവരും എതിരായി, മുസ്ലിമീങ്ങൾക്കെതിരായി. ഹംറ അൽ അസദ് ആണ് ഇതിന്റെ ടൈറ്റില്. എല്ലാവരും കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം സുബ്ഹാനല്ലാഹ്, മുസ്ലിമീങ്ങൾ അവിടെ നിന്ന് ആ മുഅ്മിനീങ്ങൾ അവരും പതറിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്, ഇത് ഇനിയൊരു യുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുബ്ഹാനല്ലാഹ് ഫസാദഹും ഈമാന, ആ നിമിഷത്ത് അവർ ഈമാൻ കൂടി എന്നാണെന്ന് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, പേടിച്ച് സുബ്ഹാനല്ലാഹ് ഇനി ആര് നമ്മൾ സഹായിക്കും, നമ്മൾ ഒറ്റക്കല്ലേ എന്നൊരു സുബ്ഹാനല്ലാഹ് മറുപടി അല്ല നമ്മൾ റബ്ബ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഫസാദഹും ഈമാന, അവർ ഈമാൻ കൂടി. സുബ്ഹാനല്ലാഹ്, വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നമ്മൾക്ക് അല്ലാഹു തൃപ്തിപ്പെട്ട, സുബ്ഹാനല്ലാഹ് അല്ലാഹുവിൽ ഞങ്ങൾ തൃപ്തിപ്പെട്ട, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ തവക്കുൽ ചെയ്തുകൊണ്ട് അവർ സുബ്ഹാനല്ലാഹ് എണീറ്റ് മടങ്ങാണ്. റബ്ബുൽ ആലമീൻ فانقلبوا بنعمة من الله بفضل لم يمسسهم سوء واتبعوا رضوان الله. അവര് അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് തോറ്റു എന്നുള്ള ഒരു വീക്ക്നെസ് കൊണ്ടോ വിട്ടുവെച്ചുകൊണ്ടോ ഒന്നുമല്ല. റബ്ബ് കൂടെ ഉണ്ട്. ഇന്ന് ജയിച്ച നാളെ തോക്കും, നാളെ സുബ്ഹാനല്ലാഹ് നാളെ നമ്മൾ ജയിക്കും എന്നൊരു വിശ്വാസമുണ്ട്. സുബ്ഹാനല്ലാഹ്, ആ ഒരു ധൈര്യത്തോടു കൂടെ അവരും എന്തിനും റെഡിയാണ്, എന്തിനും തയ്യാറാണ്. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അവരും ആ നിമിഷം മടങ്ങാണ് യുദ്ധകളത്തിലേക്ക്. സുബ്ഹാനല്ലാഹ്, പക്ഷെ യുദ്ധം ചെയ്യേണ്ട വന്നില്ല. അവർ വിജയികളായി. സുബ്ഹാനല്ലാഹ്, റബ്ബ് അവരെ ആ ഒരു സമയന വാത്താന മാത്രമേ പരീക്ഷിച്ചിട്ടുള്ളൂ. അവരെ തിരിച്ചു മടങ്ങിയത് എന്തുകൊണ്ടാ? റിദ്വാനും മിനല്ലാഹ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, ഈ ഒരു ചെറിയ വാക്കുകളോട് കൂടെ പറയേണ്ട കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹ്. ഒരുത്തൻ അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുകയാണെങ്കിൽ മതി, ധാരാളം മതി, റബ്ബ് ധാരാളം മതി. സുബ്ഹാനല്ലാഹ്, എന്നും സംഭവിക്കുന്നതും എന്നും റബ്ബിന്റെ കയ്യിൽ മാത്രമാണ്. സുബ്ഹാനല്ലാഹ്,
ഒരായത്തും കൂടെ പറഞ്ഞ് അവസാനിക്കാണ്. വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്. നമ്മള് മനുഷ്യന്മാർക്ക് തവക്കുൽ ചെയ്യുമ്പം അവർ ഇന്നുണ്ടാവും, നാളെ ഉണ്ടാവില്ല. ഇന്ന് നമ്മളോട് കൂടെ നിന്ന് സംസാരിക്കും, നാളെ നമ്മളെ എതിര് സംസാരിക്കും. സുബ്ഹാനല്ലാഹ്. വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്. എല്ലാം കാണുന്നതും കേൾക്കുന്നതും ഹയ്യായ റബ്ബിന്റെ മേൽ തവക്കുൽ ചെയ്യുമ്പം ഹുവൽ അവ്വൽ ലൈസ ഖബ്ലക ശൈ ഹുവൽ ആഖിർ ലൈസ ബഅദക ശൈ. അവന് ശേഷവും ആരില്ല, അവന് മുമ്പും ആരില്ല. സുബ്ഹാനല്ലാഹ്. റബ്ബൽ ഹയ്യാണ് വൽ ഇൻസ് വൽ ജിൻ യമൂത്തൂൻ. നമ്മളെല്ലാം മരണപ്പെട്ടു കാണുന്നുണ്ട് നമ്മളെ കണ്ണുകൊണ്ട്. നമ്മൾ ഒരു ഏതൊരു മനുഷ്യനും തവക്കുൽ ചെയ്താണ് അവനക്ക് വീക്ക്നെസ് ഉണ്ടാവും, ടയർഡ്നെസ് ഉണ്ടാവും. അവൻ ഇന്ന് പറ്റും, നാളെ പറ്റൂല. പക്ഷെ റബ്ബ് അങ്ങനല്ല. വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ട്, അത് എൻ്റെ അടുത്ത് നിന്നുള്ള തെറ്റുകൊണ്ട് മാത്രമാണ്. നിങ്ങൾ അറിഞ്ഞതും കേട്ടതും ഒക്കെ റബ്ബ് വിചാരിച്ചുകൊണ്ട് മാത്രമാണ്. നിങ്ങൾ കേട്ട കാര്യം, നമ്മൾ എല്ലാവരും കേട്ട കാര്യങ്ങൾ അമലിൽ കൊണ്ടുവരാൻ വേണ്ടി റബ്ബ് സഹായിക്കട്ടെ. നമ്മൾ ഇൽമ കൂട്ടാൻ വേണ്ടി സഹായിക്കട്ടെ. റബ്ബി സിദ്നി ഇൽമ, റബ്ബി സിദ്നാ ഇൽമ, റബ്ബി സിദ്നാ ഇൽമ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക്, നശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത, നസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. وعليكم السلام ورحمة الله وبركاته. جزاكم الله خيرا كثيرا وبارك الله فيكم. الحمد لله.